ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രഞ്ജൂസ് കൂട്ട്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു പരീക്ഷണ വീഡിയോയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പരീക്ഷണമാണ്. അപ്പോൾ എൻ്റെ പേര് അലു പോക്കറ്റ്സ്. അപ്പോൾ ആലു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വിഭവമാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 4 ഉരുളക്കിഴങ്ങ് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ വെച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലിട്ടിട്ട് 2 വിസിൽ വരുന്നതിന് വരെ വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മാവ് റെഡിയാക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മൈദ മാവാണ്. മൈദ 2 കപ്പ്, 1 ടീസ്പൂൺ നെയ്യ്, 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് വേണ്ടി ആവശ്യമായിട്ട് നമ്മൾ ചൂടുവെള്ളത്തിലാണ് മിക്സ് ചെയ്യുന്നത്. ചൂടുവെള്ളമാകുമ്പോൾ കുറച്ചുകൂടി നല്ല മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് വെക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നമ്മൾ കുക്കറിൽ നിന്ന് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് മാഷ് ചെയ്തുകൊണ്ട് വെക്കാം. പിന്നെ നമ്മളൊരു പാൻ എടുത്ത് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, പിന്നെ മുഴുവൻ മല്ലി ചതച്ചത് 1 ടീസ്പൂൺ, ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിനാവശ്യമായിട്ട് സവാള, ഒരു മീഡിയം വലിപ്പമുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്. ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. മസാലയ്ക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിൻ്റെ കൂടെ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒട്ടും കട്ടയില്ലാതെ നോക്കണം. നല്ല ചെറുതായിട്ട് തന്നെ നല്ലപോലെ പൊടിയായിട്ട് സ്മാഷ് ചെയ്യണം. പിന്നെ 2 ടീസ്പൂൺ മല്ലിയില, എല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല നല്ലപോലെ മിക്സ് ചെയ്യുക. ചാറ്റ് മസാല ഇല്ലെങ്കിൽ ഇടണ്ട, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇടാം. കുറച്ച് നല്ല ഫ്ലേവർ കിട്ടും. ആ സമയത്ത് നമ്മുടെ മൈദമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ, ചപ്പാത്തിയുടെ റോളിൻ്റെ വലുപ്പത്തിൽ, അതിനെക്കാട്ടി കുറച്ചുകൂടി വലുപ്പത്തിൽ നമ്മൾ എടുക്കുക. അതിന് നന്നായിട്ട് പരത്തുക. ഒത്തിരി കനം കുറച്ച് പരത്തരുത്, അത് നോക്കണം. പിന്നെ അതിന് കൂടെ നമ്മൾ ചീസ്, പിന്നെ ഈ മസാലക്കൂട്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഒരു മിഡിലായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് അമർത്തി വെക്കരുത്. ഒരുപാട് അമർത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളിലോട്ട് വേവൊന്നും വരത്തില്ല. അപ്പോൾ നല്ലതായിട്ട് വേവത്തൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഒത്തിരി അമർത്തി വെക്കാതെ നമുക്ക് അതിൻ്റെ ചീസും കൂടി ഇടും. ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ചീസ് ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ചീസ് ഇഷ്ടമില്ലാത്തവർക്ക് ചീസ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ചീസ് വെച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ചീസൊക്കെ വെച്ച് നമ്മളിത് അപ്പുറം ഇപ്പുറം നല്ലപോലെ ഫോൾഡ് ചെയ്ത് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ മൈദയിൽ നമ്മൾ ഓൾറെഡി പൊടിയിട്ട് പരത്തിയത് കൊണ്ട് തന്നെ അത് ഒട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ കുറച്ച് എണ്ണയോ വെള്ളമൊക്കെ തേച്ചിട്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മോൾ വശം ഒന്ന് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് നോക്കുക, എങ്ങനെ ലീക്ക് ആവാതെ. അതിൻ്റെ മുകളിൽ കൂടി ചെറുതായിട്ടൊന്ന് പരത്തി, ഒരുപാട് പ്രഷർ കൊടുക്കാതെ ചെറിയ ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് പ്രഷർ കൊടുത്ത് നമ്മുടെ ചീസും സാധനങ്ങളും എല്ലാം കൂടി പുറത്തോട്ട് ചാടി വരും. എന്നിട്ട് ഒരു രസമില്ലാതാവും, വീണ്ടും പണിയാവും. അതുകൊണ്ട് നമ്മൾ പതിയെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അങ്ങനെ ഞാനിവിടെ 5 പീസാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. 5 പീസ്, ഞങ്ങളുടെ വീട്ടിൽ 5 പേരാണുള്ളൂ. അങ്ങനെ നമ്മൾ 5 പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ 5 നമ്മളങ്ങനെ ഫോൾഡ് ചെയ്ത് കറക്റ്റ് നല്ല ഷേപ്പിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഷേപ്പിലാക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. റോളർ ഷേപ്പിലോ മറ്റേ റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കാം. നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. സൈസ് നിങ്ങൾക്ക് ചെറുതാക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അങ്ങനെ നമുക്ക് ആക്കാൻ പറ്റുന്നത്. എങ്ങനെ വെച്ചാലും ടേസ്റ്റ് ഒന്നും തന്നെ ആയിരിക്കുമല്ലോ. അതിന് നമ്മൾ പാനിലേക്ക് ബട്ടർ ഇടുക. ബട്ടറിൽ തന്നെ ആക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം. നെയ്യിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് ബട്ടർ ആയിരിക്കും. ബട്ടറിൽ എത്രമാത്രം വേവുന്നോ അത്രമാത്രം നല്ലപോലെ മൈദയൊക്കെ സോഫ്റ്റ് ആവുകയും ചെയ്ത് നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ മൈദയിൽ ബട്ടറിൽ ഇത് അപ്പുറവും ഇപ്പുറവും എല്ലാം തിരിച്ചിട്ട് നല്ലപോലെ മൊരിച്ചെടുക്കുക. സൈഡ് വശവും നമ്മൾ അതുപോലെ മൊരിച്ചെടുക്കണം. നല്ലപോലെ മൊരിയണം. കാരണം മൈദ മാത്രമുള്ള അതിനത് വേവാത്തത്. ഉള്ളിൽ ഓൾറെഡി ഉള്ള സാധനങ്ങളെല്ലാം ഓൾറെഡി നല്ലപോലെ വെന്തിട്ടുള്ളതാണ്. അപ്പോൾ മൈദ വേണമെങ്കിൽ നമ്മൾ സൈഡ് വശം എല്ലാം നമ്മൾ മൊരിച്ച്, കാരണം നമ്മൾ ഓൾറെഡി ഇപ്പോൾ മൈദയൊക്കെ ഫുൾ എണ്ണയിലിട്ട് നമ്മൾ മൊരിച്ചെടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബട്ടറിൽ ഇങ്ങനെ വേവിക്കുന്നതുകൊണ്ട് തന്നെ സൈഡ് വശമൊക്കെ നല്ലപോലെ മൊരിച്ചെടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണ്. ഈ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് വൈകുന്നേരം വേണമെങ്കിൽ നമുക്കിത് ആക്കി കൊടുക്കാം. അപ്പോൾ കുട്ടികളുടെ വിശപ്പും മാറും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിൽ പെട്ടെന്ന് ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇതുപോലെ ആക്കി വെച്ച് കഴിച്ചാൽ എളുപ്പമായിരിക്കും. അതുപോലെ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവർക്ക് 10 മണിക്കൊക്കെ സ്നാക്സ് കഴിക്കണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയി അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ചീസും കൂടി ഉള്ളതുകൊണ്ട് നല്ല ക്രീമി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ.